ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം. ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. യുവർ ഫാഷൻ, അവർ പാഷൻ. എളനാട് വാഴാനി ഫോറസ്റ്റ് ഓഫീസുകളിൽ നിന്നും ജീവനക്കാരെ പുനർവിന്യസിക്കുന്നതിന് ഉത്തരവിറങ്ങി. പട്ടിക്കാട് RRTയിലേക്കാണ് ഉദ്യോഗസ്ഥരെ മാറ്റുന്നത്. ഉദ്യോഗസ്ഥരുടെ മാറ്റം വന്യജീവി ശല്യം രൂക്ഷമായ ചേലക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുമെന്നും ആക്ഷേപം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച RRTയിലേക്ക് എളനാട് വാഴാനി ഫോറസ്റ്റ് ഓഫീസുകളിൽ നിന്ന് ജീവനക്കാരെ പുനർവിന്യസിക്കുന്നത് ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പരാതിയുള്ളത്. നിലവിൽ 28 RRTകളാണ് രൂപീകരിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ രൂപീകരിച്ചിട്ടുള്ള RRT പട്ടിക്കാടാണ്. എളനാട് വാഴാനി ഫോറസ്റ്റ് ഓഫീസുകളിൽ നിന്നുമുള്ള ജീവനക്കാരുടെ സേവനമില്ലാതായാൽ അത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ നിർത്തലാക്കിയ സാഹചര്യത്തിൽ മറ്റുള്ള ഫോറസ്റ്റ് ഓഫീസുകളിലെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത് സർക്കാരിന്റെ ജനദ്രോഹപരമായ നടപടിയാണെന്നും ഇത് വനം ചൂഷണത്തിനും വനം കൊള്ളയ്ക്കും ഒപ്പം വന്യജീവി മനുഷ്യ സംഘർഷത്തെ കൂട്ടുന്നതിനും കാരണമാകുമെന്നും വനവും പരിസ്ഥിതിയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വനം വകുപ്പിന്റെ ഗൂഢാലോചനയാണിതെന്നും വനം വന്യജീവി സംരക്ഷകൻ KM അബ്ദുസലാം പറഞ്ഞു.